നമ്മൾ പ്ലംബിങ് നടത്തിയതിന് ശേഷം വീണ്ടും ആ പൈപ്പിനിടയ്ക്ക് ഒരാവശ്യം വരുമ്പോഴത്തേക്ക് ഒരു ബോൾ വാൽവ് ഫിറ്റ് ചെയ്യേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പം കാണിക്കുന്നത്. കാരണം ചില സാഹചര്യങ്ങളിൽ പിന്നീട് അതിൻ്റെ ആവശ്യമായിട്ട് വരും. ഇപ്പം നമുക്കിവിടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞു കുട്ടികളൊക്കെ ബാത്റൂമിൽ കയറി വെള്ളം ഒഴിച്ച് കണ്ടമാനം കളിക്കുകയും കുളിക്കുകയും നനയ്ക്കുകയും ജലദോഷവും പനിയും എല്ലാം പിടിപ്പിക്കും. കാരണം ബാത്റൂമിൽ അവർ കയറി നമ്മൾ കാണാത്ത സമയങ്ങളിലെല്ലാം വെള്ളത്തിലൊക്കെ കളിക്കുവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ കണ്ടമാനം വെള്ളം ചിലവാക്കുന്നതിനേക്കാൾ ഉപരി വെള്ളത്തിൽ കണ്ടമാനം കളിക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളം നഷ്ടവും വരും. അതുകൂടാണ്ട് ഈ വെള്ളം മൂലം അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കണ്ടമാനം വെള്ളം ഉപയോഗിക്കാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തൊരു വാൽവ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോട്ടറിൽ വന്നതിനെ പൂട്ടി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം തീർന്നു പോയി എന്ന് വിചാരിച്ച് അവർ അതിനകത്തുനിന്ന് വെള്ളത്തിലുള്ള കളിയൊക്കെ അവസാനിപ്പിച്ച് പയ്യൻ മോട്ടറിലങ്ങ് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഡീഷണലായിട്ട് നമ്മളൊരു ബോൾ വാൽവ് ഫിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ആദ്യം ഫിറ്റ് ചെയ്ത സമയത്ത് അങ്ങനെ ഒരു ആവശ്യകത നമ്മൾ ഉദ്ദേശിച്ചില്ല. മെയിൻ ബോൾ വാൽവ് ഉണ്ട്, അത് മതി എന്ന് വെച്ചു. പക്ഷെ നമ്മളിത് ബാത്റൂമിലേക്കുള്ളത് ഇത് കൂട്ടിയിടുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള വെള്ളത്തിനുള്ള ആവശ്യകത നടക്കും. ഇത് നമ്മൾ പമ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോരോ ഭാഗങ്ങളിലേക്കും നമ്മൾ ബോൾ വാൽവ് ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നീട് ഇതുപോലെ ഇടയ്ക്ക് വെച്ച് മുറിച്ച് ഇങ്ങനെ അഡീഷണൽ ഫിറ്റിങ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. അത് നമുക്ക് ഇടയ്ക്ക് വെച്ച് മുറിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വലിയൊരു താമസവും മെനക്കേടും ഒക്കെയാണത്. അപ്പോൾ അതുകൊണ്ട് ഇനിയാണ് ഇങ്ങനെയുള്ള പ്ലംബിങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാത്റൂമിലേക്ക്, അടുക്കളയിലേക്ക്, മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ PVC കൊണ്ടുള്ള പൈപ്പ് പ്ലംബിങ് നടത്തുന്ന സമയത്ത് നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ട് അഡ്വാൻസായി പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചില ചടങ്ങുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ബോൾ വാൽവാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് മുറിച്ച് ചിലപ്പോൾ ഈ പൈപ്പൊക്കെ താഴാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മാറ്റാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിപ്പിക്കാനായിട്ട് തീർക്കാതെ അതിനകത്ത് കുറുമ്പി വന്ന് നോക്കുന്നുണ്ട്. വാൽവ് ഫിറ്റ് ചെയ്യുന്ന ഇതൊക്കെ വന്ന് നോക്കി കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ പണിയായിരിക്കും തുറക്കുക, അടയ്ക്കുക എന്നൊക്കെ ഉള്ളത്. എങ്ങനെയാണല്ലോ നമ്മൾ സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാൻ ചില സാധനങ്ങൾ പറ്റത്തില്ല. താഴെയുള്ള മണ്ണൊക്കെ ഇതുപോലെ മാറ്റി പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരി ബെൻഡൊക്കെ ആക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് മണ്ണ് നമുക്ക് എളുപ്പത്തിൽ മാറ്റാവുന്ന സ്ഥലമായിരുന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അഡീഷണലായിട്ട് നമ്മളൊരു വാൽവ് സെറ്റ് ചെയ്ത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ വീഡിയോ ആണ് കാണിച്ചത്. ഇതുവരെ വീഡിയോ കണ്ടതിൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്സ്.